ചെയ്യാതെ പ്രസവിക്കാൻ പറ്റുമല്ലോ, അതും നമ്മളെ മൂന്നൂർ ഹോസ്പിറ്റലില്. എന്നാ അതൊന്നും നമുക്ക് അറിയണ്ടേ? ഇവിടെ ദാ അങ്ങനെ പ്രസവിച്ച ഒരാളും ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്റെ മൂന്നാമത്തെ പ്രസവമാണ്. ഫസ്റ്റത്തെ രണ്ടും കുറച്ചൊക്കെ ക്രിട്ടിക്കലേനി, വേദന ഉണ്ടേനി. ഇതിപ്പോ മൂന്നാമത്തെ ഇങ്ങനെ ആക്കിയതുകൊണ്ട് ഇപ്പൊ വേദന കുറെ കുറവുണ്ട്. നമ്മൾ സാധാ ഓപ്പറേഷത്തിന് കാണുന്ന പോലെ ഇഞ്ചക്ഷനോ ഒന്നുമല്ല വെക്കണത്. ഒരു സ്റ്റിക്കർ 4 നമ്മളെ ബാക്കില് വെക്കാണ്. അതിന്മേലുള്ളതൊരു ഇതാണ്, സുഖാണ്. റിമോട്ടാണ് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ വെറുതെ പറയൊന്നല്ല കേട്ടോ, നിങ്ങൾ തന്നെ കേട്ടില്ലേ, ചെയ്തോരനുഭവം തന്നെ. ഇനി വേദന കുറക്കാൻ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നല്ല, വേറെ ഫെസിലിറ്റീസിലാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ ഡെലിവറിന്റെ ആവശ്യത്തിനൊക്കെ ഒരുപാടധികം ഫെസിലിറ്റീസ് ആണ് നമ്മളെ മൂന്നൂർ ഹോസ്പിറ്റലില് ഇപ്പൊ ഉള്ളത്. ഇനി ഗർഭിണികളെ ഇവിടെ പ്രസവത്തിനായതാണെങ്കിൽ മാത്രമേ അഡ്മിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഡോക്ടറെ പ്രസവത്തിന്റെ ഏകദേശം ഒരു ടൈം പറയുന്നോണ്ട് തന്നെ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യം വരൂല. ഈ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ അല്ലെങ്കിൽ സിസേറിയൻ ആയിക്കോട്ടെ, ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിലുള്ള പാക്കേജും അവൈലബിൾ ആണ്. എയർ കണ്ടീഷൻ റൂം ആണെങ്കിലും ലാബും സ്കാനിങ്ങും എല്ലാവിധ സൗകര്യങ്ങളും ഇതാ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഡോക്ടറെ ബുക്കിങ്ങിനൊക്കെ ഞാൻ താഴെ നമ്പർ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മൂന്നൂർ ആലിഞ്ചോടാണ് കേട്ടോ.